നിങ്ങൾക്കായി ഞാൻ എൻ്റെ പുതിയൊരു എപ്പിസോഡാണത്. നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം. ഷോ ജോക്കർ വന്നില്ലല്ലോ. എന്നാടാ കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവേശത്തിന് തിരിച്ചു വന്നിരിക്കുന്നു. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. അനങ്ങരുത് കേട്ടോ, അനങ്ങിയ കൊളസ്ട്രോൾ അങ്ങനെ കുറച്ച് കുറഞ്ഞാലോ. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ, ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ദരിദ്രവാസി. ഈ വിളി കേട്ട് എന്റെ കാതുകൾ തടംപിച്ചിരിക്കുകയാണ്. സോറി സുഹൃത്തെ, ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട് കട്ടിന്റെ ആളാ. ഓക്കെ, ആ വെട്ട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് വലിയേട്ടാ. ഈ വെട്ട് എല്ലാവർക്കും ഉള്ളതാ. ഭാഗ്യം ആരും കണ്ടില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? അണ്ണൻ ലിപ്ലോക്കെ കടിച്ചല്ല. അല്ല, അതിപ്പോ ഭയങ്കര പെമ്പിള്ളേർ മുഴുവൻ നിന്നെ കണങ്ങനെ ക്യൂ നിൽക്കില്ലേ? കണ്ടോ, അമിതാഭ് ബച്ചനെ പോലെ ഇരിക്കുന്നത്. നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാ. എന്നിട്ട് ആ ലോഡ്ജുകാർ അങ്ങനെയല്ലല്ലോ പറഞ്ഞ്. അസൂയ കൊണ്ട് പറയണായിരിക്കും. സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് എനിക്ക് അത് കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട എന്നിട്ട് ഇപ്പൊ അവരെവിടെ? എന്നടാ വിഷയം? നിലത്തിരുത്തണം. അണ്ണനെ പറ്റി ആള് തെറി പറഞ്ഞു. പിന്നെ അവരെന്ത് പറഞ്ഞു? അവര് പറയാ, പിന്നെ അയാൾ വിചാരിച്ച ഒരു പുണ്യം ചെയ്യില്ല. സ്റ്റോപ്പ്. എനിക്കിപ്പൊ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ബുദ്ധിക്കൊരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ജോസിനെ പറ്റി പറഞ്ഞപ്പോ നാക്കെടുത്ത് വായിലെങ്കിൽ ഇട്ടോളൂ. ഞാൻ സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹം ജസ്റ്റ് ആരാണ്? ഡിവാൾഡി ഒരു 4 ചെത്ത് തെറി പറഞ്ഞേ. അപ്പാ നിന്നെയാ പോയി വാങ്ങിച്ചിട്ട് പോരെ. എന്റെ തന്തയെ മാറ്റി പറഞ്ഞിട്ടില്ല. എന്താ ഉറക്കം വരുന്നു. എന്നെ വിടുന്ന വേണ്ടി, എന്നെ വിടുന്ന വേണ്ടി ഞാൻ ഇവിടെ ചോര നിറകണ്ടിട്ടേ വരുള്ളൂ. അടിക്കാം. എന്നാ പോ. ഒരു ഒറ്റ ഇടിയ വെക്കുന്നുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. എന്റെ സ്വഭാവം മഹാപെശക. ഞാൻ ആരാന്ന് നിനക്കറിയില്ല. നിനക്കും അറിയില്ല. എന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് നീ വന്നോ? முகத்தையும் உடம்பையும் முறப்பா வச்சிருக்க, கால கடகடன் ஆடுது. பில்டிங் ஸ்ட்ராங்கு, பேஸ் மட்டும் கொஞ்சம் வீக். കണ്ടാ കണ്ടാ ബാവേ, എന്താ കാണിച്ചേ? കണ്ടാ എന്നതാ നീ ഇങ്ങനെ വിളിച്ചോ? എന്താ എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നീ ആ നടത്തി ഒന്നാലെ പെണ്ണുണ്ടാക്കി എനിക്ക് തന്നപ്പോ അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. I am very strict. I am very strict. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. പോയോ? അവിടെ നിക്കണ്. പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എന്റെ പായം തലങ്ങനെ അപ്പുറത്ത് കിടക്കാം, ഒന്ന് ഉറങ്ങണം. മുഖത്ത് നോക്ക്, ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അയ്യോ, എന്റെ മുഖത്തോ? എന്റെ മുഖത്ത് അതുണ്ട്. നമ്മളെ തല്ലാൻ വന്ന നമ്മളെ പഴയ ചേട്ടാ, ഇന്നത്തെ കേരള
അതെന്താ നാളെ കേരളം ഇല്ലേ? ഇന്നലെ ആ ഒരു വിളി കേട്ടല്ലോ, പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് ദേഷ്യപ്പെടും. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. ഒരു മനുഷ്യനാണ്, അല്ലാണ്ട് സൂപ്പർ സ്റ്റാറോ മാങ്ങാത്തൊലിയോ ഒന്നുമല്ല. കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. ദേഷ്യം വന്നാൽ അതൊക്കെ മേൽ പൊട്ടിത്തെറിയായിരിക്കും. ഇന്നലെ കണ്ട സാമ്പിൾ മാത്രം. തൃശ്ശൂർ പൂരം വരുന്നത് അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ തൃശ്ശൂർ പൂരം വരുന്നത് താനേ എനിക്ക് മനസ്സിലായി. ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അന്ന് അടി വന്നപ്പോ ഓടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ശരി. അപ്പോ നെക്സ്റ്റ് വീക്ക് സെയിം ഡേ സെയിം ടൈം. ബൈ. So please subscribe, whatever.